ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈൻഡ്ഫുൾനെസ്സിൻ്റെ മറ്റൊരു ദിവസം. ഈ ദിവസത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ടൈറ്റിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈഗോയും അത് ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനും അതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ്സിലൂടെ ഒന്ന് ചിന്തിക്കാം. നമുക്കറിയാം കാര്യങ്ങളൊക്കെ, എങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തന രീതികൾ, നമ്മളെങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഇമോഷനെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. മൈൻഡ്ഫുൾനെസ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആന്റണി സാറിനെയും. സോ ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാംസ. ഞാൻ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മളുടെ അഹംബോധം അല്ലെങ്കിൽ ഈഗോ, അതുപോലെ നമ്മളുടെ മസ്തിഷ്കം, അതുപോലെ മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരു ദിവസം മുഴുവനാണെങ്കിൽ 10, 20, 25 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് ഇനി ഈ ക്ലാസ് ഒരു 3-4 ആഴ്ചത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഒന്നാമത്തത് മസ്തിഷ്കം എന്ന് പറയുന്നത് നമുക്കറിയാം. അത് നമുക്കറിയാം, നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതേസമയം അഹംബോധം, മനസ്സ് എന്ന് പറയുന്നത് അത് സാങ്കല്പികമല്ല, പക്ഷെ അതിന് ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി എന്ന് പറയുന്ന അതിനില്ല. അതേസമയം നമുക്ക് തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം ഘടനകളെ കുറിച്ച് നമുക്കറിയാം. ന്യൂറോൺസ്, ആക്സോൺസ്, അതുപോലെയുള്ള നെറ്റ്വർക്കുകൾ, അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ശാരീരിക അവയവം എന്ന് നമുക്ക് പറയാം. മറ്റൊന്ന് എന്ന് പറയാം, അതായത് മറ്റേ അഹംബോധം എന്ന് പറയുന്നതും മനസ്സ് എന്ന് പറയുന്നതും നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിന് എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലാത്ത ഒരു എന്താണ്, നമ്മളുടെ സാങ്കല്പികമല്ല, പക്ഷേ നമ്മുടെ ബോധ തലത്തിനും അല്ലെങ്കിൽ നമ്മുടെ അവബോധത്തിൻ്റെയൊക്കെ ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ, അതുപോലെ തന്നെ ധാരണകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ഭാവന, ബോധം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഹമെന്ന് പറയുന്നതും തീർച്ചയായും ഇതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മറ്റൊരു തരത്തിലാണ് മനുഷ്യന്റെ ആ അഹംബോധം അല്ലെങ്കിൽ ഈഗോ പ്രവർത്തിക്കുന്നത്. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്ത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വിഷയം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഈ PPT വഴി നമുക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മളുടെ ബ്രെയിന്, ഈഗോ, മൈൻഡ്, ഇതിനിടയിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മളുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി കൂടുമ്പോഴേക്കും മനുഷ്യന്റെ ആ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യന്റെ വിചാരങ്ങളെ ഇതിനെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള വേറൊരു തലത്തിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈഗോ, അതുപോലെ മൈൻഡ്, ബ്രെയിൻ, ഇങ്ങനെയുള്ള അതേക്കുറിച്ചുള്ള അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ വികാരവുമായിട്ട് നമ്മളുടെ അവബോധവുമായിട്ടൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകൾ, ഇമോഷൻസ്, മെമ്മറീസ്, അതുപോലെ പെർസെപ്ഷൻ, സബ് കോൺഷ്യസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളുടെ ആ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മളുടെ നമുക്കുണ്ടാകുന്ന അനുഭവ തലങ്ങളിലേക്ക് ഇതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ സ്ക്രീൻ നിങ്ങൾക്ക് മുഴുവൻ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെന്ന് കരുതിയാണ് ഞാൻ ഇന്നത്തെ ഒരു വിഷയം, പക്ഷേ ഇത് ഒരിടത്തും എത്തിയേലാത്തത് കൊണ്ട് ഞാൻ നമ്മളുടെ സെൻസറി ഓർഗൻസ് അല്ലെങ്കിൽ നമ്മളുടെ 5 സെൻസസ് അല്ല നമുക്കുള്ളത്. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും നമുക്കുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളുടെ അൺകോൺഷ്യസ് അപബോധ മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികാരങ്ങൾ, അതുപോലെ ഓർമ്മകൾ, നമ്മളുടെ ഹാബിറ്റ്സ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മളുടെ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ബയസിൽ, അല്ലെങ്കിൽ അതിൻ്റെ വളരെയേറെ ആഴത്തിലുള്ള ആ ആ, എന്താണ് ഇൻഫ്ലുവൻസ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമ്മൾ മൈൻഡ്ഫുൾനെസ് പഠിക്കുമ്പോഴേക്കും അത് നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. നമ്മളുടെ സാധാരണ അനുദിന ജീവിതത്തിലെ നമ്മളുടെ ഭാഷയിൽ ഉള്ള 2-3 വാക്കുകളാണ്. ഒന്ന് നമ്മളുടെ അപബോധ മനസ്സ്, മറ്റൊന്ന് ബോധ മനസ്സ് അല്ലെങ്കിൽ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. ഈ ഒരു 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ അതേ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളും അതേക്കുറിച്ചുള്ള പഠനങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ സംസാരത്തിലൊക്കെ വരുന്നത് ഇതാണ്. പക്ഷേ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ, അനുദിന ജീവിതത്തെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഈഗോ, നമ്മളുടെ ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ്, ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്കറിയാൻ നമുക്ക് സാധിക്കുന്നത്. ഈ ബന്ധങ്ങൾ നമ്മുടെ എന്താണ് നമ്മളുടെ മൈൻഡ്ഫുൾ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മളുടെ അവധാനപൂർവ്വ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം നമുക്ക് ചെലുത്താൻ പറ്റും. നമ്മൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് നമുക്കുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ ട്രിഗേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശാരീരിക ഭാഷ, ഇതെല്ലാം അൺകോൺഷ്യസിൽ നിന്നുണ്ടാകുന്നതാണ് മോസ്റ്റ്ലി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാനും അത് നമ്മളുടെ ജീവിതത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനും നമുക്ക് സാധിക്കും. ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഇനി പ്രീ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ഈഗോ അല്ല, സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന 2 ഘടകങ്ങൾ കൂടിയുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ അതേക്കുറിച്ച് അധികം നമ്മൾ സംസാരിക്കാറില്ല. നമ്മുടെ മൈൻഡിനെ കുറിച്ച്, മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ 3 തലങ്ങളെ കുറിച്ചുള്ള അറിവാണ് നമുക്കുള്ളത്. ഓക്കെ, ഞാൻ ഇന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ അൺകോൺഷ്യസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മൾ അൺകോൺഷ്യസിനെ കുറിച്ച്, അബോധ മനസ്സ് അല്ലെങ്കിൽ അപബോധ മനസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മളുടെ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം നമുക്ക് സാധാരണഗതിയിൽ അറിയാം. സൈക്കോളജി പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമല്ല, സാധാരണക്കാരായ ആളുകൾക്കും അറിയാൻ പറ്റുന്ന ഒരു വാക്കാണ്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇത് എന്താണ്, നമുക്ക് പ്രൈമൽ മാറ്റർ ആൻഡ് നേച്ചർ എന്ന് പറയുന്ന 2 ഘടകങ്ങളുണ്ട്. പ്രൈമൽ മാറ്റർ എന്ന് പറയുന്നതും നേച്ചർ എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഈ വാക്കുകൾ കോയിൻ ചെയ്തയാള് നമ്മുടെ കാൾ ഗുസ്താവ് യുങ് ആണ്. യുങ്ങിന്റെ ഭാഷയിലാണ്. അല്ലെങ്കിൽ അതിന് മുൻപ് ഉണ്ടായിരുന്ന ഫ്രോയിഡ് പറഞ്ഞു ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്നുള്ളതാണ്. അത് മാറിയിട്ടാണ് ഇപ്പൊ നമ്മൾ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, അതുപോലെ തന്നെ നമ്മൾ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നത്. എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റോ മെറ്റീരിയൽ ആണ്. അതായത് ഒട്ടും പോളിഷ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള, ഫോംഡ് ആയിട്ടുള്ള നമ്മളുടെ മനസ്സിന്റെ ആ ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരു പോളിഷ്നെസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ യുങ്ങിന്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ ചരിത്രം എന്ന് പറയുന്നത് അത് മനുഷ്യ വംശം എന്ന് തുടങ്ങി. അത് മാത്രമല്ല, ഈവൻ യുങ്ങിന്റെ ഒക്കെ അഭിപ്രായത്തിൽ, മറ്റു പല മനഃശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായത്തിൽ, നമുക്ക് വെജിറ്റേറ്റീവ് ലൈഫ് തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു ആനിമൽ ലൈഫ് ഉണ്ടാകുന്ന ആ ഒരു കാലം വരെ ഏകദേശം നല്ല ആ ഒരു കാലത്തിലേക്ക് വരെ പോകുന്നതാണ്. ഇനി അത്രയും കാലത്തേക്ക് പോയില്ല എങ്കിൽ തന്നെ നമ്മളുടെ മനുഷ്യവംശം എന്ന് തുടങ്ങി ആ കാലം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതുപോലെയുള്ള അത് ഡെവലപ്പ് ചെയ്യുന്ന ആ കാലഘട്ടം മുതൽ കൂടുതൽ ശക്തമായിട്ട് എന്താണ്, നമുക്കൊരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ ഇതുപോലെ തന്നെ നമുക്കൊരു കളക്റ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കളക്റ്റീവ് അൺകോൺഷ്യസ് നമുക്ക് എപ്പോഴും ഒരു പൊട്ടൻസി പോലെയാണ് വരുന്നത് യുങ്ങിന്റെ അഭിപ്രായത്തിൽ. കാരണം നമുക്ക് അതിലേക്ക് പെട്ടെന്നുള്ള ഒരു ആക്സസ് ഇല്ല.
ഇപ്പൊ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസിന്റെ പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവുമില്ലാതെ നമ്മളുടെ ബയസ് ഉണ്ടാകുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസിൽ നിന്നാണ്. അതുപോലെ തന്നെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമുക്കുണ്ടാകും. അതായത് നമുക്ക് എന്താണ്, നമ്മൾ ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള സംഘടനകൾ, ഇതുപോലെയുള്ളത് തൊട്ട് രാജ്യങ്ങള്, വംശങ്ങള്, ജാതീയമായിട്ടുള്ള തിരിവുകൾ, ഇതെല്ലാം ഈ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസിന്റെയും കളക്റ്റീവ് കോൺഷ്യസ്നെസിന്റെയും ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ഉണ്ടാകുന്ന മറ്റൊന്നാണ് ഇൻസ്റ്റിങ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവ്സ്, അതുപോലെ ആർക്കിടൈപ്പൽ എനർജി എന്ന് പറയും. യുങ്ങിന്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചാണ് ആർക്കിടൈപ്പൽ എന്താണ് എനർജീസ് എന്ന് പറയുന്നത്. ആർക്കിടൈപ്പൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് 4 തരത്തിലുള്ളതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പഠനം അനുസരിച്ച് അത് 8 ആണ്. പക്ഷെ എന്നാലും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് 4 എണ്ണമുണ്ട്. ആർക്കിടൈപ്പൽ എനർജി എന്ന് പറയുന്നത് പവർഫുൾ ആൻഡ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരുപക്ഷെ നമ്മുടെ എന്താണ് നമ്മളുടെ 2-3 വിധത്തിൽ നമുക്ക് കാണാം. സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഇതിനെ കാണാം, റിലീജിയസ് ആയിട്ട് കാണാം, ഈവൻ നമ്മുടെ കോസ്മോളജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കാണാം. നമുക്ക് ബിഗ് ബാങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴുള്ള അതും വേണമെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം. പക്ഷേ ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്. അത് നമ്മളുടെ വിഷയമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഫിലോസോഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമോഡിയൽ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ആരംഭം എന്ന് പറയുന്നത്, അതിനെയും നമുക്കൊരു ആർക്കിടൈപ്പൽ എനർജി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫോഴ്സ് ആണ്. നമ്മളുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും എന്താണ് ആദി ആയിട്ടുള്ള അനാദിയിലെ അല്ലെങ്കിൽ ആദി ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇതേക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മളുടെ ബോഡി കോൺഷ്യസ്നെസ്സും അൺകോൺഷ്യസും ആയിട്ടുള്ള അൺകോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മുടെ വേദന, വിഷമങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ട്രോമ, സ്ട്രെസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ മനസ്സിലാണ് എന്ന് നമ്മൾ കരുതുന്നു. അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് അൺകോൺഷ്യസിൽ ആയിരിക്കുമെന്ന്, അല്ലെ സബ് കോൺഷ്യസിലാകാം, അല്ലെ കോൺഷ്യസ് ലെവലിൽ ഇവിടെയൊക്കെ ആയിരിക്കും ഇത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കരുതുന്നുണ്ട്. പക്ഷേ ഈ അൺകോൺഷ്യസിൽ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ട്രോമ, സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മളുടെ സെല്ലുലാർ മെമ്മറിയിൽ വരെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ എന്താണ് പെട്ടെന്ന് നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു അവധാനപൂർവ്വം അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഏതെങ്കിലും ഏറ്റവും നിസാരമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് പോലും അതിൻ്റെ ആ എഫക്റ്റ് ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് അനുഭവപ്പെടും. കാരണം സെല്ലുലാർ മെമ്മറിയിലാണ് അത് അൺകോൺഷ്യസുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ അടുത്ത അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നതാണ് ഇൻറ്റ്യൂറ്റീവ് റിയാക്ഷൻസ്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ ഫ്ലിഞ്ചിങ് എന്നൊക്കെ പറയും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ ഭാഷയുടെ ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ റിയാക്ഷൻ. ഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ഉൾവലിയുക, അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മസിൽസിൽ, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്ററിൽ, അതുപോലെ ബയോളജിക്കൽ ഡിഫൻസ് മെക്കാനിസത്തിലെല്ലാം ഈ ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാകുന്നതും അതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം കൊണ്ടാണ്. മറ്റൊന്ന് ഓട്ടോമാറ്റിക് ഫിസിയോളജിക്കൽ റെഗുലേഷൻ ഉണ്ട്. ബ്രത്ത്, ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ ഡൈജഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഓക്കെ, ദെൻ വൈ ഇറ്റ് മാറ്റേഴ്സ് ഇൻ മൈൻഡ്ഫുൾനെസ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് പഠിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഇതിനൊരു പ്രാധാന്യം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളുടെ വിചാരങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന, അൺകോൺഷ്യസിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന ആ പാറ്റേൺസിനെയൊക്കെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യുന്നതിന് സാധിക്കും. അതായത് ഇപ്പോൾ എനിക്കുണ്ടാകുന്ന വിചാരങ്ങൾ കൂടുതലായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അത് നമ്മൾ അറിയാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. 10, 20, 30, 40, 50 വർഷം മുൻപ് നമുക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ
നമ്മളുടെ അവബോധ മനസ്സിൽ നിന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരാനും അത് നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ശാരീരികമായ അവയവങ്ങളെ അത് അവിടെ അത് പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ കരുതുന്ന നമ്മുടെ അനുദിന ജീവിതത്തിലെ വിചാരങ്ങൾ മാത്രമല്ല, അതിന്റെ കാരണങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള വെൽ ബീയിങ് ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാണ്. മറ്റൊന്ന്, നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ആ ടെൻഷൻ, ട്രോമ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടം, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് റിലീസ് ചെയ്യുന്നതിന് ഈ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കത് സഹായിക്കും. അടുത്തത് നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പ് 1-2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഫീലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഫീൽ ദ ഫീലിംഗ്. അതുപോലെ തന്നെ നമ്മളുടെ ആ അനുഭൂതികളെ നമ്മൾ മനസ്സിലാക്കുന്നതിന്, അത് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്കുള്ള ഒന്ന് റീകണക്ട് വിത്ത് യുവർ ഇൻഡ്യൂറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു, നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് ഒരു പൊട്ടൻസി പോലെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും അൺകോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നല്ല നല്ല ഭാവനകൾ, നല്ല കവികൾ, അല്ലെങ്കിൽ വലിയ വലിയ നോവലുകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നവര്, അപ്പൊ അവർക്കുണ്ടാകുന്ന അത് എന്താണ് കൂടുതൽ പ്രചോദനം എന്ന് പറയുന്നത് അവരുടെ ആക്സസബിലിറ്റി ടു ദെയർ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത് കൊണ്ടാണ്. ഇത് യുങ്ങിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം എന്താണ് ആ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത് തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മളുടെ ആ പോസിബിലിറ്റി അല്ലെങ്കിൽ പൊട്ടൻസി എന്ന് പറയുന്നത്, അൺകോൺഷ്യസ്, അതായത് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ബൈ ഇന്റഗ്രേറ്റിംഗ് മൈൻഡ് ആൻഡ് ബോഡി, നമുക്ക് ഒരു വെൽ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഹീലിംഗ് നടത്തുന്നതിന് ഇത് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ നമുക്ക് സഹായകരമാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഔട്ടർ? ഓക്കെ, ഞാനത് പറയാൻ ഇതുണ്ടാണ്. ഔട്ടർ മൈൻഡ് കോൺഷ്യസ്നസ് ആൻഡ് ഇന്നർ മൈൻഡ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മളുടെ സെൻസറി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഔട്ടർ മൈൻഡ് കോൺഷ്യസ്നസ് ആൻഡ് ഇന്നർ കോൺഷ്യസ്നസിനെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് പുതിയ ഒരു വിഷയമായിരിക്കും. എന്താണ് ഔട്ടർ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്? കാരണം ഇതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, നമ്മൾ 3 വാക്കുകളിലാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഔട്ടർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആ ഓട്ടോ പൈലറ്റ് മോഡ്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവസാനം ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു, ഈവൻ ഡ്രൈവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടുന്ന് മാറിയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള വരുന്ന ഒന്നാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്ന ഹബിച്വൽ റിയാക്ടിവിറ്റി, അതായത് ഒന്ന് നമ്മളുടെ ആ ഇന്നർ ആയിട്ടുള്ളതല്ല, ഔട്ടർ, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ അനുഭൂതികളെ, അല്ലെങ്കിൽ ആ സെൻസേഷൻസിനെ അനുസരിച്ച് നമ്മളുടെ ആ ഹബിച്വൽ റിയാക്ടിവിറ്റി നമുക്കുണ്ടാകുന്നതാണ്. ഉദാഹരണമായിട്ട് അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ഇങ്ങനെ കീപ്പ് ചെയ്തു പോകുന്നത് ഇതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട് വരുന്നതിന്റെ കാരണം ഇത് അൺകോൺഷ്യസിലാണ് മിക്കപ്പോഴും, മോസ്റ്റ്ലി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ അടുത്തത്, നമ്മൾ സാധാരണഗതിയിൽ ഔട്ടർ അൺകോൺഷ്യസ് മൈൻഡിന്റെ വേറൊന്നാണ് എക്സ്റ്റേണൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. കാരണം നമ്മൾ ഒരാളെ കാണുന്നു, അപ്പൊ അയാളുടെ ജോബ്, സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ജാതീയം, വർണ്ണവർഗ വ്യത്യാസങ്ങള്, നാഷണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു വഴിയെ പോകുന്ന സമയത്ത് നമുക്കറിയാം, ഓ ഇത് വലിയൊരു വീടാണ്, ഇതൊരു ധനികന്റേതായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ലേ? അപ്പൊ അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഔട്ടർ അൺകോൺഷ്യസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്. അപ്പൊ മെറ്റീരിയൽ പൊസഷൻ, നമ്മുടെ ജോബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ കൾച്ചറൽ ഹിപ്നോസിസ് എന്ന് പറയും. അതായത് നമുക്ക് സാംസ്കാരികമായിട്ടുള്ള ഹിപ്നോസിസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഐഡിയ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹിപ്നോസിസ്, അത് നമുക്ക് വരും. അതാണ് നമ്മുടെ ഇപ്പൊ അതിന്റെ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണമായിരിക്കും നമ്മളുടെ ജാതീയമായിട്ടുള്ള നമ്മളുടെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അത് മറ്റു പല വിധത്തിലുള്ളതുണ്ട്.
നമ്മളുടെ നിറങ്ങൾ, വർണ്ണങ്ങളെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് ഈ കൾച്ചറൽ ഹിപ്നോസിസിന്റെ അതിലേക്ക് വരുമ്പോൾ പിന്നെ റിലീജിയസ് ആയിട്ടുള്ളതുണ്ട്. കൾച്ചറൽ മാത്രമല്ല, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ പറയാം. കോൾഡ് വാറിന്റെ സമയത്താണ് ഞാൻ അതിന്റെ ഏറ്റവും നല്ലൊരു പീക്ക് ലെവൽ എന്ന് പറയുന്ന സമയത്താണ് ഞാൻ യൂറോപ്പിൽ വരുന്നത്. അതിനുശേഷം ഞാൻ, നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, ഞാനൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലാണ് ജോലി ചെയ്തത്. അവിടെ എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ ഇത് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കൾച്ചറൽ എന്നതിനേക്കാൾ കൂടുതൽ റീജിയണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അവർ തമ്മിലുള്ള വൈരാഗ്യങ്ങളുണ്ട്. അവരുടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഉള്ള ആ വ്യത്യാസങ്ങൾ അവർ നമ്മളോടും കാണിക്കും, മറ്റുള്ളവരോടും കാണിക്കും. ഇന്ത്യക്കാരോട് കാണിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ റഷ്യക്കാരോട് കാണിക്കുന്നുണ്ട്, ചൈനക്കാരോട് കാണിക്കുന്നുണ്ട്, അമേരിക്കൻസിനോട് കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഈവൻ നമ്മൾ വിചാരിക്കരുത് നമ്മളുടെ ഏഷ്യൻസിനോ മറ്റുള്ളവർക്കോ മാത്രമാണ് ഇങ്ങനെയുള്ള ആ ഡിഫറൻസുകളും ആ വൈരാഗ്യ ബുദ്ധിയും. അത് ഒരു കാര്യവുമില്ലാതെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ നിന്ന് വരുന്ന ഈ ഡിഫറൻസസ് വരുന്നെന്ന് കരുതരുത്. മോഡേൺ ആയിട്ടുള്ള എന്താണ് നമ്മളുടെ യൂറോപ്യൻസിനും അമേരിക്കൻസിനും ഇവർക്ക് എല്ലാവർക്കുമുള്ള ഒന്നാണ് കൾച്ചറൽ ആൻഡ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്റ്റഡ് ഷാഡോ, ബ്ലെയിമിങ് അതേഴ്സ്. അത് നമ്മൾ മറ്റുള്ളവരോടാണെങ്കിലും അത് നമ്മൾ അറിയാതെ നമുക്ക് വരുമ്പോഴേക്കും നമ്മൾക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അത് നമുക്ക് വരുന്നത് നമ്മളുടെ കുറ്റങ്ങൾ, കുറവുകൾ, അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ അടിച്ച് കൊടുക്കുന്നത്, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിന്റെ റൂട്ട് അല്ലെങ്കിൽ അതിന്റെ ആക്സസബിലിറ്റി, അതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. ഇനി ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ചുകൂടി പറയാം. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ സോംബി എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഇപ്പം ഇക്കാലത്തുള്ള ഒരു വാക്കാണ്. എന്താണ് പുതുതായിട്ട് ഉപയോഗിക്കുന്നതാണ് അടുത്ത കാലത്ത്. സോംബി എന്നുള്ളത് ഒരു ആഫ്രിക്കൻ ടേമാണ്. അതായത് നമ്മളുടെ മരിച്ചവരെ ഉയർപ്പിക്കുക, അല്ലെങ്കിൽ മരിച്ച ആളുകളെ ഇതുണ്ട്, നമ്മളുടെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കുമ്പിടിയില്ലേ എന്ന് പറഞ്ഞവരുള്ള ഈ ട്രിക്കുകളൊക്കെ കാണിക്കുന്നത് പോലെ അതിന്റെ ഒരു എന്താണ് ഡിജിറ്റൽ സോംബി. അതായത് സ്ക്രോളിംഗ് സോഷ്യൽ മീഡിയ ഫോർ അവേഴ്സ് വിത്തൗട്ട് എനി ഇന്റൻഷൻ. അതൊരു ഇതാണ്, നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നു. അതാണ് ഡിജിറ്റൽ സോംബി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഒരു പർപ്പസ് ഇല്ല, പക്ഷെ നമ്മൾ എന്തൊക്കെയോ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഇതില്ല. അടുത്തത് കൺസ്യൂമർ ഹിപ്നോസിസ് ഉണ്ട്. ഇതും ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ചില സമയത്ത് നമ്മളുടെ ആ വൈകാരികമായിട്ടുള്ള ആ ശൂന്യതയെ മറികടക്കാൻ വേണ്ടി നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടും. ചിലപ്പോൾ ഒരു പക്ഷേ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ പല കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് മറികടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്നും എന്താണ് അവർക്ക് അത് മറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ സാധനങ്ങൾ ആവശ്യമില്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ വാങ്ങിക്കും. then അടുത്തത് ഗ്രൂപ്പ് തിങ്കിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ ഒരു ഭാഗമാണ്. അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫോമിങ് ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ. അതായത് നമ്മളുടെ ഇന്നർ ട്രൂത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുക. അത് രാജ്യങ്ങൾ തമ്മിലുണ്ട്, ജനതകൾ തമ്മിലുണ്ട്, ഗ്രൂപ്പുകൾ ആയിട്ടുണ്ട്, വംശീയമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് വരും. ഒരു കാര്യവുമില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ നീ അത് പോകുന്നത്? ഇപ്പൊ ഫുട്ബോൾ ക്ലബ്ബുകാര് അടിയും കൊലപാതകങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പണ്ട് യൂറോപ്യൻ ഫുട്ബോൾ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണ് 33 ബ്രിട്ടീഷ് അവര് ജർമ്മൻകാരും അതുപോലെയുള്ള ആളുകളെ 33 ബ്രസൽസിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ 33 പേരെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് അടിച്ചു കൊന്നു. എന്തുകൊണ്ടാണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇതുപോലെയുള്ള ഈ ഫുട്ബോൾ അത് ഒരു അൺകോൺഷ്യസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അടിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചടിക്കുന്നു, ഇങ്ങനെയുള്ള ഇതിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മളുടെ അൺകോൺഷ്യസിൽ നിന്ന് കിട്ടുന്ന ഇതാണ്. ഇന്നർ ട്രൂത്തുമായിട്ട് യാതൊരു ഇതുമില്ല, അതിനകത്ത് റിയാലിറ്റി ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് നമ്മൾ അറിയുന്നതിന്റെ വൈ ഇറ്റ് മാറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കുക ഡ്രൈവ്സ് ഓട്ടോമാറ്റിക് ബിഹേവിയർ. നമ്മൾ അറിയാത്ത നമ്മളുടെ ഈ ബിഹേവിയറിനെ അതിന്റെ ഡ്രൈവായിട്ട് അല്ലെങ്കിൽ അതിനെ ചലിപ്പിക്കുന്ന അതിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത് ഈ അൺകോൺഷ്യസിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇറ്റ് ഷേപ്സ് അവർ സോഷ്യൽ ഇന്ററാക്ഷൻസ്. നമ്മളുടെ സോഷ്യൽ ആയിട്ടുള്ള, നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വരുന്നത് എങ്ങനെയാണ്? പലപ്പോഴും
പല ആളുകളും ഓരോരുത്തരോട് പെരുമാറുന്നത് അങ്ങനെയാണ്, സോഷ്യൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ ലഞ്ചിന് പോകുന്ന സമയത്ത് ഒരു ആഫ്രിക്കക്കാരനുണ്ടായിരുന്നു. അയാൾ പോയി ഇരിക്കുന്നിടത്ത് മറ്റുള്ളവരാരും പോയി ഭക്ഷണത്തിന് ഇരിക്കില്ല. കാരണം അയാളുടെ ആ ടേബിൾ മാനേഴ്സിന്റെ ഒരു കുറവാണെന്ന് സമ്മതിക്കാം. പക്ഷെ എന്നാൽ തന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെയും നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ പദവി, നമ്മളുടെ സാമ്പത്തികം ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളുടെ ആ സോഷ്യൽ ഇന്ററാക്ഷൻസ് വരുന്നത്. അപ്പോൾ മുന്നോട്ട് പോകാനും പരിചയപ്പെടാനുമുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത് അത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം കൊണ്ടാണ്. Then it reinforces biases and conditioning. നമ്മളുടെ ബയസസിനെയും കണ്ടീഷനിങ്ങിനെയും ഇത് വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മൾ കാണിക്കുന്ന ബയസുകൾ അല്ലെങ്കിൽ നമ്മളുടെ കണ്ടീഷനിങ് അല്ലെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെന്റ്സ് ഇതൊക്കെ ഇതിനെ ആശ്രയിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മളുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള നമ്മളുടെ ബന്ധങ്ങൾ തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് നടക്കുന്നുണ്ട്. Then ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ട് സാറേ ഒന്ന് ചെയ്തേരെ. ഓക്കെ. ഇറ്റ് ഇമ്പാക്ട്സ് ഇമോഷണൽ റെഗുലേഷൻ. ഓക്കെ, നമ്മളുടെ ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഇതേക്കുറിച്ച് അറിയണം. അതല്ലെങ്കിൽ നമ്മൾ ഈ ബയസ്, കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ അനുദിന ജീവിതം മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൽ, പ്രത്യേകിച്ച് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഇതിലേക്കൊക്കെ, നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്കൊക്കെ വരുമ്പോഴേക്കും അതിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ബിഹേവിയറൽ ചേഞ്ചസിനുണ്ടാകും. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശാരീരികമായിട്ട് തന്നെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന നമ്മളുടെ ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇതൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളുടെ ബ്ലൈൻഡ് സ്പോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഈ ബ്ലൈൻഡ് സ്പോട്ടിലേക്ക്, അതുപോലെ തന്നെ സെൽഫ് സബറ്റാഷ് എന്ന് പറയും, അതായത് നമ്മളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ആ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് വരും. അത് എവിടെയും ഉണ്ടാകും, എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അതിന് വംശീയമെന്നോ എന്തോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്. അത് ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് മാത്രം. ഓക്കെ, ഇനി നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെയുള്ള ഈ അൺകോൺഷ്യസിന്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ നടക്കുന്നുണ്ട്, ബിഹേവിയറിലൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് പോസ് ആൻഡ് ക്വസ്റ്റ്യൻ. ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നു, എനിക്ക് ഇന്ന ആളുകളോട് അല്ലെങ്കിൽ ഇന്ന രാജ്യക്കാരോട്, ഇന്ന മതസ്ഥരോട്, മറ്റതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഈ പ്രിജുഡീസസ് അല്ലെങ്കിൽ ബയസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം, നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ നോൺ ജഡ്ജ്മെന്റൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ സഹായമാണ്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ആ മനസ്സിന്റെ ആ ഫ്ലോ അല്ലെങ്കിൽ ആ ഒഴുക്കിൽപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി. അടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒബ്സർവ് ദ ട്രിഗേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈൻഡ് ടൈം ഫോർ ഇന്നർ സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡ്. ഇതൊക്കെ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുക. എങ്ങനെയാണ്? നമ്മളുടെ ആ ഇന്നർ സൈലൻസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സോളിറ്റ്യൂഡ്, കുറച്ചൊക്കെ ഏകാന്തതയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രസൻസ്. നമ്മളുടെ ആ നിങ്ങൾക്കറിയാവുന്നതാണ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ പ്രസന്റ് മൊമെന്റിലേക്ക് വരാനുള്ള ഒരു ഇതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ചെയ്യുക. ദെൻ ദി അൺകോൺഷ്യസ് മൈൻഡ് ഇൻ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഓട്ടോമാറ്റിക് ബിഹേവിയർ ആൻഡ് ഹാബിറ്റ്സ്, അത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഇമോഷണൽ റിയാക്ഷൻസ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഒറ്റ കാഴ്ചയിൽ അവൻ കള്ളനാണ്, അല്ലെങ്കിൽ അവൻ നല്ലവനാണ്, അവൾ നല്ലവളാണ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നു. ഇത് നമ്മളുടെ അൺകോൺഷ്യസിൽ നിന്നാണ്. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? എനിക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാണുമ്പോഴേക്കും ഒരു അകൽച്ച, വെറുപ്പ് തോന്നണമെന്നില്ല, ഒരു അകൽച്ച, അല്ലെങ്കിൽ അവനെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളിയല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകും. അതുപോലെ തന്നെ അതുപോലെ മറ്റൊന്നാണ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിന് 90% ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാളല്ല, പലരും, ഞാൻ പറഞ്ഞു, മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ടി ഒരു മകനെ കാണാൻ പോകുന്നു, ഒരു പുരുഷനെ കാണാൻ പോകുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻസ് ഉണ്ടാകും. ഈ കുട്ടി കൊള്ളാം എന്ന് നമ്മൾ പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് അതുണ്ട്. പക്ഷെ ആ ഡിസിഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല. എനിവേ, ഡ്രീംസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിന്
തീർച്ചയായിട്ടും നമ്മളുടെ ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മളെ സഹായിക്കാം. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാകാം. ദെൻ ഡിഫൻസ് മെക്കാനിസംസ്, റിപ്രഷൻ, പ്രൊജക്ഷൻ ആൻഡ് സബ്ലിമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളുടെ എന്താണ് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് സേവ് ചെയ്യപ്പെട്ട നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, അത് ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. അതുപോലെ തന്നെ പ്രൊജക്ഷൻസ്, സബ്ലിമേഷൻ, ഈ ചിലതൊക്കെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഇൻറ്റ്യൂട്ടീവ് മൈൻഡ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മളിത് ഡെയിലി നമ്മൾ എന്താണ് നമ്മൾ ഓരോരുത്തരും പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ദി അൺകോൺഷ്യസ് മൈൻഡ് ഇൻ ഡെയിലി ലൈഫിൽ മറ്റൊന്നാണ് ഇംപ്ലിസിറ്റ് ബയസസ്. നമുക്കൊരു കാര്യവുമില്ല, ബയസ്ഡ് ആണ്. അത് ആ രീതിയിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ബയസ്, ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ഒട്ടനവധി നമ്മളുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഈ ഡിസിഷൻ മേക്കിങ്ങിന്, ഈ ഫസ്റ്റ് ഇംപ്രഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അത് നമ്മളുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സിന്റെ അത് കൂട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ഒരു കാരണം ഇത് തന്നെയാണ്. ഒരു കാര്യവുമില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥമാകുന്നു, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഒത്തിരി ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നതും ആ ചിന്തകൾ ഉണ്ടാകുന്നത്, ട്രിഗേഴ്സ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ഇതിൽ നിന്നാണ്. ദെൻ ഇമോഷണൽ ട്രിഗേഴ്സ് ആൻഡ് റിയാക്ഷൻസ്, നമ്മളുടെ പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷൻസ്, അതുപോലെ ട്രിഗേഴ്സ് എല്ലാം ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് അനുദിന ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബോഡി ലാംഗ്വേജ് ആൻഡ് നോൺ വെർബൽ ക്യൂസ്, അതായത് നമ്മളുടെ നിങ്ങൾക്ക് അറിയാം ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നോൺ വെർബൽ ആയിട്ടുള്ള ചില നമ്മളുടെ ക്യൂസ് ഉണ്ടാകും. അത് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡ്യൂഷൻ ഓൾസോ കംസ് ഫ്രം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊട്ടൻസി എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്കുള്ള ആക്സസബിലിറ്റി അനുസരിച്ച് നമുക്ക് ചിലപ്പം നമ്മൾ പലപ്പോഴും പല കവിതകളും അല്ലെങ്കിൽ പല നോവലുകളൊക്കെ വായിക്കും. വലിയ വലിയ നോവലിസ്റ്റുകളുടെ, ഷേക്സ്പിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചും അവർക്ക് അത് എന്താണ്, അവരുടെ ആ ക്രിയേറ്റിവിറ്റി കൂടുതലും ഈ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഇന്നർ അൺകോൺഷ്യസ് മൈൻഡ്? നമ്മൾ ഔട്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്നർ നമ്മളുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് സബ്ജക്റ്റീവ് ഇമോഷൻസ്, നമുക്കുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കുന്നു, ബാഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മളുടെ സബ്ജക്റ്റീവ് ഇമോഷൻസ്, അതുപോലെ സെൻസറി, അതുപോലെ തന്നെ ഇമാജിനേഷൻ, ഡ്രീംസ് ആൻഡ് ഇന്നർ നറേറ്റീവ്സ്, നമ്മളുടെ ഈ ചാറ്ററിങ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ അനുഭൂതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നർ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്കുണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ ഓർക്കുക, ഒന്നുകിൽ നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കഥകളോ കവിതകളോ ഒക്കെ എഴുതുക, അല്ലെങ്കിൽ ഭാവനകൾ, അല്ലെങ്കിൽ ഡ്രോയിങ്സ്, കഥയും കവിത മാത്രമല്ല, എനി ആർട്ട് നമുക്കത് ഉപയോഗിക്കുന്നതിന്. ഇപ്പൊ നല്ല കലാകാരന്മാർക്ക്, പിക്കാസോ അങ്ങനെയുള്ള ആളുകളാണേലും അവർക്കുണ്ടാകുന്ന വലിയ വലിയ കലാകാരന്മാര്, അങ്ങനെ അവർക്കൊക്കെ ഇതൊക്കെ കിട്ടുന്നത് ഇങ്ങനെയുള്ള ഇവരുടെ ആ ഇന്നർ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അത് നമുക്കും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ദെൻ സെൽഫ് ഇമേജ് ആൻഡ് കോർ ബിലീവ്സ്, നമ്മളുടെ സെൽഫ് ബിലീവ്സ് എന്താണ്, സെൽഫ് ഇമേജും അതുപോലെ കോർ ബിലീവ്സ് സിസ്റ്റം ഉണ്ടാകുന്നതും ഇന്നർ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഈ കോർ ബിലീവ്സിനെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലേക്കും, അല്ലെങ്കിൽ കളക്റ്റീവ് അൺകോൺഷ്യസിലേക്കും നമ്മൾ പോകുന്നത്. ദെൻ അടുത്തത് നമുക്ക് ഉണ്ടാകുന്ന റിപ്രസ്ഡ് ഇമോഷണൽ കണ്ടന്റ്, ഇൻറ്റ്യൂഷൻ ആൻഡ് ഇന്നർ വിസ്ഡം ദാറ്റ് സർഫസ്. നമ്മുടെ ഡ്രീംസിൽ, നമ്മളുടെ തോട്ട്സിൽ, ഫീലിങ്സിലൊക്കെ ഇതുണ്ടാകും, ആർട്ടിലുണ്ടാകും. അൺകോൺഷ്യസ് ഡ്രൈവ്സ് ദാറ്റ് ക്യാൻ അഫക്റ്റ് യുവർ ചോയ്സസ്, നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അത് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ്സിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീലിംഗ്, നമ്മളുടെ ഇന്നർ റൂൺസ്, അത് ആന്തരികമായി നമുക്ക് നമ്മുടെ മുറിവുകൾ ഉണക്കുന്നതിന് തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ഞാൻ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ഓർക്കുക, അതായത് നമ്മൾ കൂടുതൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിലേക്കാണ് പോകുന്നത്. ജനറൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വികാരങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ കുറച്ചുകൂടി മൈക്രോസ്കോപ്പിക് നമ്മുടെ യാഥാർത്ഥ്യത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. ദെൻ റെക്കഗ്നൈസ് ദ ഹിഡൻ മോട്ടിവേഷൻ ബിഹൈൻഡ് യുവർ ചോയ്സസ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾക്ക് ഒരു ഹിഡൻ മോട്ടിവേഷൻ ഉണ്ട്. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും, നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോഴോ, വീട് വാങ്ങിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ഹിഡൻ മോട്ടിവേഷൻ ഉണ്ടാകും. അപ്പൊ അത് കൂടുതൽ അറിയുന്നത് നല്ലതാണ്. നമ്മൾ എന്തുമാത്രം ഈവൻ ചാരിറ്റി ചെയ്യുന്നതിനകത്തും
ഒത്തിരി ചാരിറ്റിക്കകത്തൊക്കെ ഒത്തിരി ഹിഡൻ മോട്ടിവേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളത് മറച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദെൻ റിലീസ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആൻഡ് ഇന്നർ കോൺഫ്ലിക്റ്റ്. നമുക്ക് കൂടുതലായിട്ടുള്ള റിലീസ് ചെയ്യുന്നത് അത് ഇന്നർ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളുടെ ആ ബിലീഫ് സിസ്റ്റം നമ്മളിങ്ങനെ പിടിച്ചു കെട്ടി നമ്മുടെ ഞാൻ പറയുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെതായിട്ടുള്ള ഇതുണ്ട്, എൻ്റെ മതം, എൻ്റെ ജാതി, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രം, എൻ്റെ അത് ഇത് എന്നൊക്കെ പറയുന്നത് ഇന്നെല്ലാം നമുക്കൊന്ന് കുറെ കൂടെ ഒരു വിശാലമായിട്ട് കാണുന്നതിന് സാധിക്കും. ദെൻ കണക്ട് മോർ ഡീപ്ലി വിത്ത് യുവർ ഒത്തന്റിക് സെൽഫ്. നമ്മളുടെ ആ ഒത്തന്റിക് സെൽഫ് ഉണ്ട്. യുങ് പറയുന്നുണ്ട് നമ്മളുടെ ഷാഡോ എന്ന് പറയും. നമുക്ക് യാഥാർത്ഥ്യമായിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത, നമുക്ക് ഫുൾഫിൽ ചെയ്യാത്ത, നമ്മൾ അച്ചീവ് ചെയ്യാത്ത പല നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് മറ്റൊന്ന് നമ്മളുടെ പേഴ്സോണ എന്ന് പറയും. അതും യുങ്ങിന്റെ ഒരു വാക്കാണ്. പേഴ്സോണ എന്ന് പറയുന്നത് ലാറ്റിനിൽ അതിന്റെ അർത്ഥം നമ്മളുടെ മാസ്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ പേഴ്സോണ നമ്മൾ മാസ്കുകൾ ധരിച്ചാണ് നടക്കുന്നതെന്ന് പറയില്ലേ, പൊയ്മുഖങ്ങൾ അണിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ആ ഒതന്റിക് സെൽഫ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരെ നമ്മൾക്കിപ്പം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടേതായിട്ടുള്ള മുഖം മൂടികൾ നമ്മൾ അണിയുന്നു. ഇന്റഗ്രേറ്റ്സ് ഫ്രാഗ്മെന്റ് പാർട്സ് ഓഫ് യുവർ സെൽഫ്. നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ ഛിന്ന ഭിന്നമായിട്ടുള്ള നമ്മുടെ ആ എന്താണ് പാർട്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അൺലോക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് ഒത്തന്റിക് പർപ്പസ് ആൻഡ് മീനിങ് ഇൻ ലൈഫ്. അതുപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയെ അൺലോക്ക് ചെയ്യുന്നതിന് സാധിക്കും. ദെൻ അടുത്ത ഹൗ ടു ഡീൽ വിത്ത് യുവർ അൺകോൺഷ്യസ് മൈൻഡ്ഫുള്ളി എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് അനുദിന ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവസാന ഭാഗത്തായിട്ട് ഞാൻ പറയാറുണ്ട് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സും നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ അൺകോൺഷ്യസിനെ കുറിച്ച് ഞാനിന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ തീരുന്നതല്ല, അതിനപ്പുറത്തേക്ക് നമുക്കൊരു സ്റ്റേജ് കൂടിയുണ്ട്. അതായത് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നമ്മളുടെ ബയസുകളെ ഒക്കെ എങ്ങനെ ഓവർകം ചെയ്യാം. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. അത് വളരെ സുപ്രധാനമായിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് ബോഡി സ്കാൻ മെഡിറ്റേഷൻ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് ചെയ്യുക. ദെൻ ബ്രീത്തിങ്, മോർ ബ്രീത്തിങ് എക്സസൈസസ്. നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് ഈ വർഷം 4-5 ക്ലാസ് ഞാൻ എടുത്തു ഇല്ലേ. നമ്മൾ പല തരത്തിലുള്ള ബ്രീത്തിങ് ഉണ്ട്. അപ്പൊ അത് കൂടുതൽ അല്ലെങ്കിൽ ആ ബ്രീത്തിങ് കൂടുതൽ എന്താണ് കോഹറന്റ് ബ്രീത്തിങ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. അങ്ങനെയുള്ള 4-5 സെക്കൻഡ് ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അങ്ങനെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ അടുത്തത് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് മൈൻഡ്ഫുൾനെസ് ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന ഈ പറയുന്ന എല്ലാം തന്നെ. അതെ, ബ്രീത്തിങ് എന്ന് പറയുന്നത് കോൺഷ്യസ് ബ്രീത്തിങ്ങേ ഉള്ളൂ, ബാക്കിയുള്ള ബ്രീത്തിങ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം നോൺ ജഡ്ജ്മെന്റൽ അവയർ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തുമാത്രം ഈ ചിന്തകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേൾക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വ്യതിചലിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഈ പ്രിജുഡീസസിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ നോൺ ജഡ്ജ്മെന്റൽ അവയർനെസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. ദെൻ കൾട്ടിവേറ്റ് സെൽഫ് അവയർനെസ്. ഓരോ കാര്യം കേൾക്കുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു നിരീക്ഷകനോ നിരീക്ഷകയായി മാറുക. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളില് അല്ലെങ്കിൽ വികാരങ്ങളില് അനുഭൂതികളിലൊക്കെ നമ്മൾ ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആ സെൽഫ് അവയർനെസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ട് നമുക്കുണ്ടാകുന്ന ട്രിഗേഴ്സ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ ട്രിഗേഴ്സിന്റെ റൂട്ട് എവിടെയാണ് എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അൺകോൺഷ്യസിൽ നിന്നാണ് മിക്കവാറും ട്രിഗേഴ്സ് വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ന്യൂ ഇയർ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിജ്ഞകൾ, അത് ചെയ്യരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചില വ്യക്തി ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ആണെങ്കിൽ, കുടുംബത്തിലാണെങ്കിൽ ഇനി ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ട്രിഗർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്, അൺകോൺഷ്യസിൽ നിന്ന് വരുന്നതാണ്. നമ്മളും അറിയുന്നില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കാതെ വരുന്നു. അതുപോലെ സെൽഫ് അവയർനെസിന്റെ മറ്റൊന്ന് ആസ്ക് വൈ ഐ ആം ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് ബോദറിങ് മീ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റും. ജേർണലിംഗ് ഫോർ ഇൻസൈറ്റ്, അതായത് മൈൻഡ്ഫുൾ ജേർണലിംഗിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഇത് കുറെ കൂടെ ഫ്രീ ആയിട്ടുള്ളതാണ്. അതായത് മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ
വികാര വിചാരങ്ങളും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, ഇത് മാനസികാവസ്ഥ തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ഫ്രീ റൈറ്റിങ്ങിലേക്ക് വരാം. നമുക്ക് എന്ത് തോന്നുന്നു അത് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഡ്രീം ലോഗ്സ്. നമുക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അൺകോൺഷ്യസും സ്വപ്നങ്ങളും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്വപ്നം ഉണ്ടായി. യാതൊരു ബന്ധവുമില്ലാത്ത, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് രാത്രിയിൽ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. അതേക്കുറിച്ച് ഓർത്തെടുത്ത് അതിന്റെ ആ ഒരു ഇത് ലോഗ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്. ദെൻ അടുത്തത് പാറ്റേൺ ട്രാക്കിംഗ്, പാറ്റേൺസ് ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ ആ ഇമോഷൻസ് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജിന്റെ അങ്ങനെ ഇതുള്ളതിനെ കുറിച്ചുള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇങ്ങനെ എന്താണ് ജേർണലിംഗ് നടത്തുന്നത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. റീപ്രോഗ്രാം ത്രൂ റെപ്പറ്റീഷൻ, ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് നമുക്ക് വിഷ്വലൈസേഷൻ ഈസ് ഓൾസോ എ വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് വിഷ്വലൈസേഷൻ. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് വിഷ്വലൈസേഷൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിഷ്വലൈസേഷൻ നമുക്ക് പലപ്പോഴും നമ്മൾ കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ആണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പുറത്തേക്കൊന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴേക്കും ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുന്നതാണ്. അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ വിഷ്വലൈസേഷൻ നമ്മൾ പഠിക്കണം. Then engage creative expressions, art, music, dance, active imagination, ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോഴേക്കും അത് കൂടുതൽ നമുക്ക് എന്താണ് ഇത് കിട്ടും. ഈ സഹജ യോഗ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ രീതിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യുന്ന പല ആളുകൾക്ക് അവർക്ക് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അവർ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആ ഗ്രൂപ്പുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പൊ അവരിങ്ങനെ കൂടുതൽ വരയിലാണ് അവരങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കിട്ടുന്ന പ്രചോദനമാണെന്ന് പറഞ്ഞ് അങ്ങനെ പല ആളുകളും എന്നെ ഇങ്ങനെ വരച്ച അവരുടെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. Okay, then shadow work integrates the rejected parts of yourself leading to wholeness. ഷാഡോ വർക്ക് അതായത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മളുടെ റിജക്റ്റഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഷാഡോ എന്ന് പറയുന്ന അത് യുങ്ങിന്റെ ഒരു സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് ഷാഡോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ പേഴ്സണാലിറ്റി ടൈപ്പിന്റെ ഒരു ഇതാണ്. അപ്പൊ അതില് നമ്മൾ ഇന്റഗ്രേറ്റ്സ് റിജക്റ്റഡ് പാർട്സ് ഓഫ് ദ സെൽഫ്, അതിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള, ഒരുപക്ഷെ ചിലരൊക്കെ ഈ എന്താണ് നമ്മളുടെ പെൻഷൻ പറ്റിയതിന് ശേഷം, പെൻഷനായി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ചില ഇതുണ്ടാകുമല്ലോ. അപ്പം ഒരു ഡോക്ടർ ആയിരുന്നു, പക്ഷെ അയാൾക്ക് പാടാൻ നല്ല കഴിവുണ്ട്, അല്ലെങ്കിൽ എഴുതാൻ കഴിവുണ്ടായിരുന്നു. അതൊക്കെ കൂടുതലായിട്ട് നമ്മളുടെ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ദെൻ എംബ്രേസ് ഡാർക്ക് ട്രേറ്റ്സ് ഓൾസോ. ഡാർക്ക് ട്രേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളുണ്ടാകും. ഇത് വേണ്ട, അല്ലെങ്കിൽ നെഗറ്റീവാണ്, ഞാൻ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്ന് കരുതുന്ന നമ്മുടെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസും ഇതൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ബിഹേവിയർ ഉണ്ടാകും. അതിനെയും നമ്മൾ എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കുക. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസ്. ദെൻ പ്രൊജക്ഷൻ അവെയർനെസ്, നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതേക്കുറിച്ച് കൂടുതൽ അവെയർനെസ് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ആം പ്രൊജക്ടിങ് സംതിങ് ടു സംബഡി എന്നുള്ളത്. സ്ലീപ്പ് ആൻഡ് സബ് കോൺഷ്യസ് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്ലാൻ ആൻഡ് ഇന്റൻഷൻ. ഏതെങ്കിലും നമ്മൾ ഉറക്കത്തിന് മുൻപ് അല്ലെങ്കിൽ ഉറക്കത്തിന് മുൻപായിട്ട് പ്രീ സ്ലീപ്പ് സജഷൻ അടുത്തതായിട്ട് വരുന്നുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉറക്കത്തിന് മുൻപ് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാൻ എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കുക. ഒരുപക്ഷെ ഞാൻ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്നതായിരിക്കും എൻ്റെ ആഗ്രഹം എന്നുള്ളത്. പിന്നെ പ്രീ സ്ലീപ്പ് സജഷൻസ് ഉണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള പ്രീ സ്ലീപ്പ് സജഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയും, അവയർനെസ് ഓഫ് ഡ്രീംസ്. അത് ഇങ്ങനെ മോസ്റ്റ്ലി നമ്മൾ മറന്നു പോകില്ല നമ്മുടെ ഡ്രീംസ്. നമ്മൾ വളരെ ഡീപ്പ് സ്ലീപ്പിലായുമ്പം നമ്മളത് മറന്നു പോകാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഓർത്തെടുക്കാനും അതുപോലെ അത് അങ്ങനെ ചെയ്യുന്നത്
തീർച്ചയായിട്ടും നമ്മളുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ അതിനെ നമുക്കൊന്ന് ട്രെയിൻ ചെയ്യുന്നതിന് നമുക്ക് സഹായിക്കും. ദെൻ മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അത് മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, കീപ് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതായത് പേഷ്യൻസ്, ക്യൂരിയോസിറ്റി ആൻഡ് കമ്പാഷൻ, എസ്പെഷ്യലി സെൽഫ് കമ്പാഷൻ. ഇത് നമ്മൾ വളർത്തിയെടുക്കാൻ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് സഹായിക്കും. ഓക്കെ, പുതുതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്, അല്ലാത്തവർക്കും വേണ്ടിയിട്ട് ഇത് ഞാൻ സാധാരണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ പുസ്തകങ്ങളാണ്, 2 പുസ്തകങ്ങളുണ്ട്. ഋതുമന്ത്രണങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തു. ഇത് ആന്തരിക മൗനം, നമ്മുടെ അസ്തിത്വ സാരാംശം. ഇത് ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി ഇവിടെ റിലീസ് ചെയ്തതാണ്, നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 2 പുസ്തകം കിട്ടും. 700 രൂപയുടെ പുസ്തകം ഇപ്പോൾ ഒരു ഫ്രീ സെയിലായിട്ട് 450 രൂപയ്ക്ക് കിട്ടും. ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർ വാങ്ങിക്കുക. ഓക്കെ, താങ്ക് യു. ആൻഡ് നൗ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ടാക്കിൾ ചെയ്യുന്ന മനോഹരമായ ടെക്നിക്സ് അതൊന്നല്ല, ഒരു ഡസൻ ടെക്നിക്സ്, ഡസനൊന്നുമല്ല, അതേ കൂടുതലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളറിയാതെ തന്നെ നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രിക്കുന്ന അവസരങ്ങളിൽ അതിനെ മാനേജ് ചെയ്ത് നമുക്ക് ഉത്തമ പങ്കാളിയായിട്ട് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പ്രോസസ്സ് ചെയ്യണം. നമ്മളറിയാതെ തന്നെ അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടേതായ രീതിയിൽ ഒന്ന് പ്രോസസ്സ് ചെയ്ത് പ്രോഗ്രാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ടെക്നിക്സ് ആണ് സാറ് എക്സ്പ്ലെയിൻ ചെയ്തത്. വളരെ മനോഹരമായി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സാർ പറഞ്ഞ കുറേ ബോഡി സ്കാൻ മെഡിറ്റേഷൻ്റെ പാർട്ട് പറഞ്ഞു. ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ മൈൻഡ്ഫുൾനെസ്സിലൂടെ തീർച്ചയായിട്ടും നമുക്ക് സബ് കോൺഷ്യസിനെ കൺട്രോളിലേക്ക് വരുത്താം. നോൺ ജഡ്ജ്മെൻ്റൽ അവെയർനെസ്സിൻ്റെ ആ ഒരു തലത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒബ്സർവ് ട്രിഗേഴ്സ്, നമുക്ക് ചുറ്റും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ട്രിഗേഴ്സിനെയൊക്കെ കൃത്യമായിട്ട്, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ ആസ്ക് വൈ എന്ന് പറയുന്ന ചോദ്യത്തിലൂടെ എങ്ങനെ ടാക്കിൾ ചെയ്യാം. അപ്പം ഇങ്ങനെ ഓരോ ടെക്നിക്കും, അതുപോലെ തന്നെ ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഫ്രീ റൈറ്റിംഗ്, ഡ്രീം ലോഗ്സ്, പാറ്റേൺ ട്രാക്കിംഗ്, നമ്മളുണ്ടാകുന്ന ചേഞ്ചസിനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ, അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഈ ടെക്നിക്സ് എല്ലാം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളുടേതായ രീതിയിൽ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. സ്ലീപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോസസ്സുകൾ, പ്രീ സ്ലീപ്പ് സജഷൻസ്, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷൻ്റെ പാർട്ടാണ്. അതുപോലെ ലൂസിഡ് ഡ്രീമിങ്, അതുപോലെ തന്നെ ചില ക്വാളിറ്റി പേഴ്സണാലിറ്റി ട്രൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസ്, ക്യൂരിയോസിറ്റി, കമ്പാഷൻ, ഇങ്ങനെയുള്ളതിനൊക്കെ മൈൻഡ് സെറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയെല്ലാം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളുടേതായ രീതിയിൽ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. നമുക്കറിയാം, അതൊരു നിയന്ത്രണമില്ലാതെ പോകുന്ന ഒരു രീതിയാണ് അതിന്, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും അഗാധതലം. അപ്പോൾ അതിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുമ്പോൾ കൂടുതൽ മൈൻഡ്ഫുള്ളായി നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഏതെങ്കിലും വിഷയങ്ങൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു മെഡിറ്റേഷൻ എൻ്റെ കൂടെ ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ മെഡിറ്റേഷന് ശേഷവും നമുക്ക് ചോദിക്കാവുന്നതാണ്. എനി ഡൗട്ട്സ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയും, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ. എനിബഡി എൽസ്? സർ, ഗുഡ് ഈവനിങ് സർ. ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നേ. ഈ സെല്ലുലാർ എന്ന് പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ ഒരു ഷോ ഇത് കാണിച്ചിരുന്നല്ലോ, ഒരു സ്ലൈഡ്. അപ്പൊ നമ്മളുടെ ചെറുപ്പകാലങ്ങളിലുള്ള അത് വെച്ചിട്ടാണ് ട്രിഗറിങ് ഉണ്ടാവുക, അതോ നമ്മൾ വലുതാവും തോറും നമ്മുടെ സെൽസ് ഒക്കെ ചേഞ്ച് ആയി വരില്ലേ? അപ്പൊ എന്നാലും ആ ഒരു ട്രിഗറിങ് കപ്പാസിറ്റി കിടക്കുവോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്? തീർച്ചയായിട്ടും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് മാറുന്നുണ്ട്. കാരണം ഓരോ 7 വർഷം കൂടുമ്പോഴും കംപ്ലീറ്റ് ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് സംഭവിച്ചു. പക്ഷേ എന്നാൽ തന്നെ അത് നമ്മളുടെ, കാരണം മൈൻഡും ബോഡിയായിട്ട് വളരെയേറെ അഗാധമായ ബന്ധമുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യുമ്പോഴും അത് റീറൈറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ബോഡിയുടെ എല്ലാ സെല്ലുകളും മാറിയാലും നമ്മളുടെ നമ്മുടെ ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇത് നമ്മുടെ സെല്ലുലാർ ബോഡിയിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാകും.
അതാണ് അങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായി പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ തെളിവുകളുണ്ട്. അത് തീർച്ചയായിട്ടും നിലനിൽക്കും നമുക്ക്. കാരണം അതിനെ അപ്പം നിർത്താൻ നമ്മുടെ മൈൻഡിന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അങ്ങനെയാണോ ഈ ട്രിഗറിങ് കപ്പാസിറ്റി വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഷൂട്ട് ചെയ്യുന്നത്? അത് ഈ Yes, yeah. ഓക്കെ സർ, ടുഡേ യു ഗിവൺ എ ഗ്രേറ്റ് സോ കണ്ടിന്യൂ ഗ്രേറ്റ്. ചെയ്തോളൂ. സോറി, കണ്ടിന്യൂ ചെയ്യൂ. താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി ഇത് പറഞ്ഞു തന്നപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് എന്റെ ചിന്തകളിലൂടെ ഇങ്ങനെ ട്രിഗറിങ് കപ്പാസിറ്റി ഉണ്ടാവാനുള്ള, ആക്ച്വലി ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് എവരി 7 years ഇറ്റ് വിൽ ബി ഷിഫ്റ്റഡ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൽസിന് ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു പോസിറ്റീവ്, ഈ ലൈക്ക് സാർ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്. പക്ഷെ ചില ആൾക്കാർ സാർ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, സഡൻലി അവർ ആ ഒരു ചേഞ്ചസിലേക്ക് പോകുന്നു, അവർ അതേ പാറ്റേണിലേക്ക് തിരിച്ചു വരുന്നു. അത് Yeah, ഇപ്പൊ സാർ അത് ഇതുകൊണ്ടായിരിക്കാം എങ്കിൽ ആ സെല്ലുലാർ ആയിട്ടുള്ള ചേഞ്ചസ് ഇവന്തോ ഉണ്ടെങ്കിലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടപ്പുണ്ടാവും. yeah. കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. ഞാൻ ഇന്ന് കൂടുതലായിട്ടും അൺകോൺഷ്യസിനെ കുറിച്ചാണ് പറഞ്ഞത്. അൺകോൺഷ്യസിൽ ഉണ്ടാകും, കാരണം അത് അവരും ഹെൽപ്ലെസ് ആണ് വാസ്തവത്തിൽ. ചില ആളുകൾ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഈ ഫാമിലി ലൈഫിൽ, അല്ലെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ക്ലോസ് റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ അത് ഇന്റന്റ് ആയിരിക്കില്ല. ഇനി ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടിയല്ല, അല്ലെങ്കിൽ ഞാനത് പറയല്ല, ഇങ്ങനെയാന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില പ്രതിജ്ഞകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരാതിരിക്കുന്നതിന്റെ കാരണം, അത് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ട്രിഗറാണ്, നമ്മൾ അറിയുന്നില്ല അത്. അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ സെല്ലുലാർ ഇതിനെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്, അത് കീപ്പ് ചെയ്യും എന്നുള്ളത്. സർ, അപ്പൊ ഈ സെല്ലുലാർ മോളിക്യൂൾ ഹീലിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യത്യാസം വരുമോ? അതിന് വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാത്തതും അറിഞ്ഞതും തമ്മിലുള്ളതാണ്. കാരണം അതിന് കുറെ എഫേർട്ട് നമ്മൾ കൊടുക്കണം മൈൻഡ്ഫുൾനെസ് വഴി. തീർച്ചയായിട്ടും അത് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിൽ മാറ്റം വരുന്നതിന് സാധിക്കും. കാരണം അത് നമുക്കൊരു ആ വിജിലൻസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവയർനെസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആ എഫേർട്ട് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്താണ് നമ്മൾ കണ്ടീഷനിങ്, നമ്മളുടെ ബയസസ്, അതുപോലെയുള്ള നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് നമ്മൾ പോകുന്നു, നമ്മൾ അറിയാതാണ്. അതാണ് നമ്മളുടെ റിപ്രഷന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അത് ഏത് കാലഘട്ടത്തിലും നമുക്കുണ്ടാകാം. കുട്ടിക്കാലത്ത് മാത്രം ഉണ്ടാകണമെന്നില്ല. നമ്മൾ അറിയുന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അത് സബ് കോൺഷ്യസിലേക്കും അല്ലെങ്കിൽ അൺകോൺഷ്യസിലേക്ക് അത് എന്താണ് തള്ളപ്പെടുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് അത് മാറ്റാൻ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ ജഡ്ജ്മെന്റൽ മൈൻഡ് ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് മാറ്റുന്നതിന് ഇത് സഹായിക്കും. പക്ഷെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു രാത്രി കൊണ്ട് നമുക്ക് മാറ്റാനൊന്നും നമുക്ക് സാധിക്കില്ല. ഒരു പെട്ടെന്നുള്ള ഇത് ഉണ്ടാകുകയില്ല. കാരണം അത് നമ്മൾ സാവധാനം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും, അത് വരുന്ന സമയത്ത് നമ്മളിപ്പം ഒരു എന്താണ് പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കുക, ക്ഷിപ്രകോപികളായിട്ടുള്ള ആളുകൾ. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ട്രിഗേഴ്സ് വരുന്നതുകൊണ്ടല്ലേ. ഒരു ട്രിഗർ വരുമ്പോഴേക്കാണ്, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ വരുമ്പോഴേക്കാണ് അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ട്രിഗറിനെ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുണ്ട്, നമ്മൾ കുറെ കൂടി അവെയർ ആകും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആകുന്നു. അങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അൺകോൺഷ്യസ് ട്രിഗേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് വളരെയധികം സഹായിക്കും. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം വീണ്ടും ഡിസ്കഷൻ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു 20 minutes മെഡിറ്റേഷൻ. ഓക്കെ സർ. ഇതായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ അവർക്ക് 20 minutes നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ടാകും. അതിലേക്ക് പോവാണ്. സാറേ, ഞാനിതൊന്ന് ഷെയർ ചെയ്യുകയാണേ, ഒന്ന് പറയണേ. കേൾക്കാമോ സാർ? കേൾക്കാം. ഓക്കെ, എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ.
മനസ്സും നമ്മുടെ മസ്തിഷ്കവും അതുപോലെ നമ്മുടെ അഹംബോധവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 20 മിനിറ്റ് സാധിക്കുന്നത്തോളം നമ്മളുടെ ശരീരത്തെ നിശ്ചലമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്യാനത്തിന് മുൻപുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. സുഖപ്രദമായ രീതിയിൽ നിങ്ങൾ ഇരിക്കുക. വസ്ത്രത്തിലോ നിങ്ങളുടെ ഇരിപ്പിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ധ്യാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് സാവധാനം സൗമ്യമായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ഏതാനും നിമിഷങ്ങൾ നിങ്ങളിരിക്കുന്ന ആ മുറിയെക്കുറിച്ച്, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് എല്ലാമുള്ള ഒരു അവബോധം നിലനിർത്തുക. നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ആഴത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ ശ്വാസം എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മൂക്കിലൂടെ മാത്രം ശ്വാസം സാവധാനം എടുക്കുക. അതുപോലെ മൂക്കിലൂടെ വളരെ സാവധാനം നിശ്വസിക്കുക. 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. നമുക്ക് സാവധാനം നമ്മളുടെ സ്വാഭാവികമായ ശ്വാസ നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ താളത്തിലേക്ക് തിരികെ പോകാം. നമ്മളുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യമേകുന്ന നമ്മളുടെ ആ ശ്വാസ പ്രക്രിയയെ 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് ആഴത്തിൽ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ധ്യാനം തുടരാം. നിങ്ങൾക്കിഷ്ടമുള്ള സമയം ദൈർഘ്യം നിങ്ങൾക്ക് എടുക്കാം. എത്ര സെക്കൻഡ് നിങ്ങൾ എടുക്കുന്നോ അത്രയും സെക്കൻഡ് നിശ്വസിക്കാനും ഉപയോഗിക്കുക. ശ്വാസോച്ഛ്വാസ നിരീക്ഷണം ഒരു താളത്തിലാക്കുക. ഇനിയുള്ള ഈ ധ്യാനം അവസാനിക്കുന്നതുവരെ ഈ താളലയത്തിൽ ശ്വസിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓരോ ശ്വാസവും തീരത്തടിക്കുന്ന ശാന്തമായ ഒരു തിരമാല പോലെ അനുഭവിക്കുക. അത് ഉയരുകയും താഴുകയും ചെയ്യുന്നു. ശാന്തമായി സൗമ്യമായി നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കാം.
നിങ്ങളുടെ അവബോധം വർത്തമാന നിമിഷത്തിൽ നിലനിർത്തുക എന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ശരീരം ശാന്തമാകുമ്പോൾ മനസ്സും ശാന്തമാകുന്നു. പക്ഷേ ആ സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ടുള്ള പഴയകാല ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ, അനുഭൂതികൾ നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നത്. അതുപോലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം. എല്ലാം നിരീക്ഷിക്കുക. നിരീക്ഷണ വിധേയമാക്കുക. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ അല്ലെങ്കിൽ വികാരങ്ങളെ ഏത് തരത്തിലുള്ളതും, ഭാവാത്മകമാകാം, നിഷേധാത്മകമാകാം, ഒന്നിനോടും ഒട്ടിച്ചേരാതെ നിരീക്ഷിക്കുവാനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ അവധാനപൂർവ്വ ധ്യാനം. ഒന്നിനെയും സ്വീകരിക്കാതിരിക്കുക, ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക. ഒരു കണ്ണാടിയിൽ നിങ്ങളുടെ നിഴൽ വീഴുമ്പോൾ ആ ഛായയെ നിങ്ങൾ എങ്ങനെ നിരീക്ഷിക്കുന്നുവോ, അതുപോലെ നിങ്ങളുടെ അവബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങളെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് അസ്വസ്ഥതയോ, ചിലർക്ക് ശാന്തതയോ, സമാധാനമോ, പിരിമുറുക്കമോ തോന്നിയേക്കാം. സാരമില്ല, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വികാരം വളരെയേറെ ശക്തി ഉള്ളതായി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങിപ്പോകാം. ഏതാനും പ്രാവശ്യം നിങ്ങൾക്ക് ദീർഘമായി ശ്വസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആരംഭത്തിൽ പരിശീലിച്ചതുപോലെ ശ്വാസോച്ഛ്വാസത്തിന്റെ താളാത്മകതയിൽ ഒഴുകുക, അല്ലെങ്കിൽ ആ താളത്തിൽ ലയിച്ച് നമ്മളുടെ ധ്യാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ശ്വാസോച്ഛ്വാസ അവബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ മനസ്സിന്റെ സൂക്ഷ്മ ചലനങ്ങളെ നിരീക്ഷിക്കാം. നമ്മുടെ മനസ്സിപ്പോൾ ശാന്തമാണോ? അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ, പിരിമുറുക്കങ്ങളോ, സംവേദനങ്ങളോ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ? അതും നിരീക്ഷിക്കാം. സാധാരണ സംഭവിക്കുന്നത് പോലെ യാന്ത്രികമായ ഏതെങ്കിലും പ്രതികരണങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ, പെട്ടെന്നുള്ള ഏതെങ്കിലും വിധിന്യായങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക്
വൈകാരിക സംവേദനങ്ങളായി കടന്നു വരുന്നുണ്ടോ? നിരീക്ഷിക്കുക, സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ചിലപ്പോൾ അതൊരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർമ്മയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ശബ്ദം പോലെ വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കാം, ഒരു സംഭവമായിരിക്കാം, ഭയമായിരിക്കാം. നിരീക്ഷിക്കുക. വിധിക്കാനോ വിശകലനം ചെയ്യാനോ ശ്രമിക്കരുത്. നിങ്ങളിപ്പോൾ ഒരു നിരീക്ഷകനോ നിരീക്ഷകയോ ആണ്. നിങ്ങൾ കാണുന്നു, അനുഭവിക്കുന്നു, പക്ഷേ അവയെ നിരീക്ഷണ വിധേയമാക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ അഭയം പ്രാപിക്കുവാൻ മറക്കാതിരിക്കുക. നമ്മുടെ അവബോധം ശ്വാസോച്ഛ്വാസമാണ്. അവയ്ക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ് നമ്മളുടെ വികാരങ്ങൾ, ചിന്തകൾ, അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സ്പന്ദനങ്ങളെ അല്ലെങ്കിൽ സംവേദനങ്ങളെ മനസ്സിലാക്കുക, സ്വാഗതം ചെയ്യുക. ഓരോ നിശ്വാസത്തിലും പ്രതിപ്രവർത്തനമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നതിനെ പുറന്തള്ളുക. ഇപ്പോഴും നിങ്ങൾ ചിന്തയുടെ ലോകത്താണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിശബ്ദമായി പ്രകാരം പറയാം: ഞാൻ നിന്നെ കാണുന്നു. ഞാൻ നിന്നെ അറിയുന്നു. നീ എൻ്റെ ഭാഗമാണ്. നീ എൻ്റെ സ്വന്തമാണ്. നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ കരുണ പ്രകടിപ്പിക്കുക. നിങ്ങളുടെ സ്വന്തം വാക്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, നിങ്ങൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്തും അവയെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളോട് തന്നെ കൂടുതൽ കരുണ, സ്നേഹം, വാത്സല്യം കാണിക്കുക. അവധാനം
നിങ്ങളുടെ ശ്വാസോച്ഛ്വാസാവബോധത്തിലേക്ക് മടങ്ങി വരിക. ശാന്തമായി സൗമ്യമായി ശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും മുൻവിധികളോ മറ്റൊന്നുമില്ലാതെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ശാരീരിക അവബോധത്തിലേക്കും ശ്വാസോച്ഛ്വാസത്തിലേക്കും വീണ്ടും മടങ്ങി വരിക. ശരീരത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ അവബോധം വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചുമുള്ള അവബോധവും വീണ്ടെടുക്കുക. വളരെ സൗമ്യമായി നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ പയ്യെ ചലിപ്പിക്കുക. ധ്യാനം കഴിഞ്ഞു. Okay, good evening again. ഓക്കെ സാർ. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ക്രാക്ക് ചെയ്യുന്ന രീതികൾ, അതിനെ നമ്മളുടേതായ രീതിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന രീതികളാണ് പറഞ്ഞത് മൈൻഡ്ഫുൾനെസ്സിലൂടെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റോയ് സർ, സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇന്നർ മൈൻഡ് കോൺഷ്യസ്നസ് ആൻഡ് ഔട്ടർ മൈൻഡ് കോൺഷ്യസ്നസ് ആണ്. അത് രണ്ടും വളരെ ഭംഗിയായി സാറ് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഹൗ ടു ഡീൽ വിത്ത് അൺകോൺഷ്യസ് മൈൻഡ്ഫുള്ളി എന്ന് പറഞ്ഞ ഭാവങ്ങളൊക്കെ വളരെ ഭംഗിയായി മനസ്സിലാക്കാനും അതിന് കഴിഞ്ഞു. അപ്പോൾ ഈ മറ്റു ഇത് പറയുന്നതിലും കൂടുതലായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇന്നർ മൈൻഡ് കോൺഷ്യസ്നെസ്സും ഔട്ടർ മൈൻഡ് കോൺഷ്യസ്നെസ്സും. മറ്റ് സബ് കോൺഷ്യസ് മൈൻഡ് മറ്റതൊക്കെ പറയുന്നതിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഗമായിരുന്നു സാറിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്. ഓക്കെ സാർ, വെരി. താങ്ക് യു റോയ് സാർ. ഞാൻ അൺകോൺഷ്യസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഇന്ന് പറഞ്ഞത്. ഫോക്കസ് അല്ല, സോറി, ഞാൻ എന്തോ സാർ അൺകോൺഷ്യസ് ഔട്ടർ മൈൻഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സാർ കൂടുതൽ പറഞ്ഞേ. പക്ഷേ ഇന്നർ കോൺഷ്യസ്നെസ് നമുക്ക് പെട്ടെന്ന് തന്നെ സാർ പറഞ്ഞ അനുഭൂതിയുടെ കാര്യങ്ങളും കവിത എഴുതുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന അതൊക്കെ പറഞ്ഞു, അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഔട്ടർ അത്ര എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് കൂടുതൽ. ഓക്കെ, ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമായിരുന്നു സാറേ. അതായത് ഇനി അടുത്ത ആഴ്ചകളിൽ നമുക്ക് നമ്മളുടെ കോൺഷ്യസ്നെസ് അതുപോലെ സബ് കോൺഷ്യസ് നെ കുറിച്ച് ഞാൻ പറയാം. അതുപോലെ തന്നെ പലപ്പോഴും
മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മളുടെ ചിന്ത. ഞാൻ വികാരങ്ങളെക്കുറിച്ച്, എമോഷൻസിനെ കുറിച്ച് ഇതുവരെയും കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അത് ഞാൻ ഓർക്കുന്നില്ല. എനിവേ അതേക്കുറിച്ച് എടുക്കാം. എനിവേ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ചിന്തകൾ വരുന്നത്, നമ്മളുടെ ഫീലിങ്സ് വരുന്നത് എങ്ങനെയാണ്, അതും നമ്മളുടെ കോൺഷ്യസ്നെസ്സുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും അടുത്ത ആഴ്ചകളിൽ എടുക്കുന്നത്. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് എടുക്കാം. അതുപോലെ തന്നെ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ എടുത്തു. പക്ഷെ ആ ഫീലിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിന്തകളിലേക്ക് നമ്മൾ വരുന്നത്? പെട്ടെന്നൊരു ചിന്തയല്ല നമുക്ക് വരുന്നത്. ഓക്കെ. ഇതിനു മുമ്പ് ചില പ്രോസസ് ഉണ്ട്. അപ്പൊ അതേക്കുറിച്ചൊക്കെ പറയാമെന്നാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ സാറേ, താങ്ക് യു. എനിവേ, താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? മനോജ് സാർ തിരക്കിലാണോ? രാധാമണി മാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. സർ നമസ്കാരം. ആന്റണി സാർ, നമസ്കാരം. ഞാനിന്ന് ഇത്തിരി സാറിന്റെ ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വന്നപ്പോൾ ട്രാഫിക് ആണ്. സാറിന്റെ ക്ലാസ് ആദ്യം മുതലേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സാറിന്റെ മെഡിറ്റേഷൻ ആണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു സാർ. എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റും ആയിരുന്നു സാറ് ഇന്ന് എടുത്ത സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഐ കുഡിന്റ് ഫോളോ ഇറ്റ് ആദ്യം മുതൽ. അത് കാരണം ഞാൻ മെഡിറ്റേഷൻ ഇറ്റ് വാസ് സോ പവർഫുൾ. അത് എനിക്ക് അതിൽ കൂടെ കണ്ടന്റ് കിട്ടിയെങ്കിലും സാറിന് മറ്റുള്ള അതിനെക്കുറിച്ച് ഇന്നൊരു നീണ്ട ഒരു ഡിസ്കഷനിലേക്ക് പോകാനുള്ള പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. എന്തായാലും റോയ് സാറൊക്കെ പറഞ്ഞു. സാബു സാറിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കേട്ടതിൽ നിന്ന് വളരെ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റും ആയത്. കാര്യം സാറ് അതിന്റെ ക്ലാസിഫിക്കേഷനും ക്ലാരിഫിക്കേഷൻസും ഒക്കെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ അനുഭവിക്കുന്നത്. അടുത്ത ക്ലാസ് പോലെ ഞാൻ സാറിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. താങ്ക് യു. താങ്ക് യു മനോജ് സാർ. ഓക്കെ, വേറെ ആർക്ക് ഷെയർ ചെയ്യാനുള്ള? ജോർജ് സാർ, ഷെർലി മാം, ഇന്ദു മാം. സബ് കോൺഷ്യസ് മൈൻഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല അല്ലേ? തീർച്ചയായിട്ടും അടുത്തുള്ള ക്ലാസ്സുകളിലും ഈ ചിന്തകൾ എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡുകളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ തലങ്ങളിലൂടെയൊക്കെ. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് ഈഗോ ആൻഡ് ബ്രെയിൻ ആൻഡ് എവറിഥിങ് ഇൻ ബിറ്റ്വീൻ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മൈൻഡിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ അത്രമാത്രം ഡെപ്ത് ഉണ്ട് മൈൻഡിന്റെ തലങ്ങൾ. ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ട് പോലുമില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് തുടർന്ന് കേൾക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ചെറിയ കാര്യം, ഈ നമ്മുടെ രണ്ട് കാര്യങ്ങൾ. നമ്മളിപ്പോ ഒരു ഫോർഗീവ്നെസ് പ്രെയർ ചെയ്യുവാണെങ്കിൽ കീപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കുറേ ചേഞ്ചസ് ഉണ്ടായിത്തീരില്ല ഈ സെല്ലുലാറിൽ. തീർച്ചയായിട്ടും. ഫർഗീവ്നെസ്, അതിനകത്ത് ഒരു വാക്ക് എനിക്ക് കേട്ടില്ല. ഫർഗീവ്നെസ് പ്രയർ എന്നാണോ പറഞ്ഞേ? അല്ല, പ്രെയർ. ഫോർഗീവ്നെസ് പ്രെയർ. എനിവേ, തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സെല്ലുലാർ ചേഞ്ചസ് തീർച്ചയായിട്ടും സംഭവിക്കും. നമ്മൾ പ്രയർ ആണോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അവരെ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ അവരോട് പറയുന്നതാണോ ഫർഗീവ്നെസ്? ഇങ്ങനെ പല ടെക്നിക്കൽ വിഷ്വലൈസേഷൻ ആകാം, എന്തെങ്കിലും ആകാം. അപ്പം ഏതെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതാണ് നമുക്ക് സെല്ലുലാർ, അതാണ് എന്താണ് നമ്മളുടെ സോറി, ഞാനിപ്പോ പറഞ്ഞ വാക്ക് പെട്ടെന്ന് പോയി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി തീർച്ചയായിട്ടും പക്ഷെ സംഭവിക്കും. സർ, ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് ഒരു അസുഖമില്ലേ? അവൻ തിരിച്ച് വീണ്ടും വന്ന് അതേ വഴിയെ പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ലേ? നമ്മളിപ്പോ ഒരു ഗ്രൗണ്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കുവായിരുന്നു ഡെയിലി. അവിടുന്ന് നമ്മളോട് പറഞ്ഞ് നീ അതിലേ പോകണ്ടടാ, നീ ഇതിലേ പോയ സ്കൂളിൽ നേരത്തെ എത്താമെന്ന് പറയും. പക്ഷെ നമ്മൾ അതിലെ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ തലച്ചോറ് പറയില്ലേ, നീ ഇതിലേ പോടാ, ഇതിലേ പോയാലും അങ്ങ് എത്തുമല്ലോ എന്ന് പറയില്ലേ നമ്മളോട്?
അത് ആരംഭത്തിലുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അത് ഉണ്ടാകും. അത് നമ്മുടെ ഹാബിറ്റ് ഫോർമേഷന്റെ കൂടി ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ചിന്തിച്ച ആ പാറ്റേണിന്റെ ഇതുകൊണ്ടാണ് ബ്രെയിൻ അതിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അത് വളരെ ആഴത്തിൽ ഈ നമ്മളെ ഹർട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ ആഴത്തിലാണ് ബ്രെയിനിൽ. ഹർട്ടല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിലാണ് ബ്രെയിൻ സേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് ആ ട്രാക്കിന് കൂടുതൽ ആഴമുണ്ട്. അതേസമയം നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ജോയ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അത്രയും ബ്രെയിൻ അത് എടുക്കുന്നില്ല. അത്രയും സ്ഥലം അല്ലെങ്കിൽ അത് ആ സേവിങ്ങിന്റെ ഇപ്പൊ എന്താണ് നമ്മുടെ ആഴത്തിലല്ല വരുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും അങ്ങനെ വരാം, തീർച്ചയായിട്ടും വരും. പക്ഷെ നമ്മൾ അതിനെ സപ്രസ് ചെയ്യാതെ നമ്മൾ അതിനെ വീണ്ടും നമ്മൾ ഇത് തന്നെ അഫർമേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് അത് കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും എനിക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എനിവേ ഞാൻ ആ വാക്ക് എന്നോട് എനിക്ക് വിയോജിപ്പുമില്ല, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അപ്പൊ അതുകൊണ്ട് ഒരു ദിവസത്തെ 2 ദിവസത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കത് ഒരു ലോങ് പ്രോസസ്സ് വേണം. കാരണം ഒരു ഡീപ്പ് അപ്റൂട്ടിങ് അത് നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യത്തിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുകയില്ല അത്. കാരണം ബ്രെയിന് അതിൻ്റെതായിട്ടുള്ള പാറ്റേൺസ് ഓഫ് തോട്ട് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഹാബിറ്റുകളുണ്ട്. അതെല്ലാം മാറി അത് എന്താണ് നമ്മളുടെ ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അതിനുള്ള ക്ഷമയും നമുക്ക് ആവശ്യമുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ആദ്യം വരുന്ന ആളാണോ? എന്നെ കുറിച്ചാണോ? അതെ. ഞാൻ ഇടയ്ക്കൊക്കെ അവസാന ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ കയറും. കാരണം ഞാൻ കുറച്ച് 7 മണി എന്നുള്ള സമയം സന്ധ്യക്ക് വിളക്ക് കത്തിക്കുക, ചില പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം കാണുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു രാധാമണി മാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും? സ്നേഹതമോ, രാധാമോൾ, മനോജ് സാർ എന്താ പറയുന്നു? ഞാനിപ്പം ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കേട്ടപ്പോഴേ ഞാന് ആന്റണി സാറിനോട് ചേർന്ന് വെച്ചോണ്ടൊരു കാര്യം കൂടെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാതില്ല. പ്രത്യേകിച്ചും നമ്മള് ഈ പുതിയ ന്യൂറോ പാത്വേസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അതാണല്ലോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിൽ കൂടെ കിട്ടുന്നത്. നമ്മുടെ ബ്രെയിനിലുള്ള പുതിയ പാത്വേസ് ഒക്കെ ഇംപ്രിന്റ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ ശരിക്കും ബ്രെയിന് നമ്മളത് ട്രെയിൻ ചെയ്തിട്ടാണ് ശരിക്കും അതുകൊണ്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബ്രെയിനിന് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലേ ആന്റണി സാർ? കാര്യം ബ്രെയിൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അങ്ങനെ ബൈ പ്രാക്ടീസ്, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിൽ കൂടി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടുമെന്നും അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹാബിറ്റായിട്ട് ഫോം ചെയ്തിട്ട് നമ്മുടെ കുറെ കൂടെ ഡെപ്തിൽ പോയിട്ട് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആന്റണി സാറ് ഇത് അത്ര സയന്റിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്തോട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ റെഗുലർ ആയിട്ട് 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മിത്താണോ എന്ന് പോലും വിശ്വസിക്കുന്നവരുണ്ട്. ചിലരതിന് ഈ സയന്റിഫിക് എവിഡൻസ് ഒന്നും ഇല്ലാത്ത കാരണം അതിനെ സമ്മതിക്കാത്തവരുണ്ട് സാർ. എനി പ്രാക്ടീസ്, ഇഫ് യു ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി ഓൺ സെയിം ടൈം ഫോർ 21 days, it will form as your habit. ഒരു പക്ഷേ സാർ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിനോട് 100% സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ഈ നമ്മൾ പുതിയതായിട്ടുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ തന്നെ ഒരു എഫേർട്ടാണല്ലോ എടുത്തിട്ടാണല്ലോ ഒരു പുതിയ ഒരു ആക്ടിവിറ്റി, അതിന്റെ ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാധാമണി മാം പറഞ്ഞ പോയിന്റിനോട് കുറച്ച് വിയോജിപ്പെന്നല്ല, വേറൊരു ഡയറക്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ സാറ് പറഞ്ഞത് എന്താണ്, നമുക്ക് ആ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ നമ്മൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 21 ഡേയ്സിന്റെ കാര്യം പറഞ്ഞത്. വിശ്വസിക്കാത്തവരുണ്ടത്. എനി പ്രാക്ടീസ് ഇഫ് യു ഡു ഇറ്റ്, ഫോർ എക്സാമ്പിൾ കൂടെ ആന്റണി സാർ വേണ്ടി നമ്മൾ എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന കാര്യം, നടക്കാൻ പോകുന്ന കാര്യം, പലരും ഇത് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തും. പക്ഷേ ഈ 21 ഡേയ്സ് ചിലപ്പോൾ 21 ഡേയ്സ് പോലെ ചിലപ്പോൾ 21 മന്ത്സോ ഒക്കെ എടുക്കുന്നവരുണ്ട്. അതായത് ഫിക്സഡ് ടൈമില്ല. പക്ഷേ അത് ഒരേ സമയത്ത് തന്നെ ഈ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് അവർ ഹാബിറ്റ്സ്. ഞാൻ
അങ്ങനെ പലയിടത്തും അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ 21 days ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു പീരീഡാണ്. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് ഡിപ്പെൻഡ് ഓൺ പീപ്പിൾ. സാറ് പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നതാണ് പറഞ്ഞത്. താങ്ക് യു. സാറേ, ഞാൻ സർ ഇതേക്കുറിച്ച് ആക്ച്വലി സാറ് പറഞ്ഞത് അതിനെക്കുറിച്ചല്ല, ട്രിഗർ ചെയ്യുന്നത്. അതായത് നമ്മൾ 20 days ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഹാബിറ്റ്. ബട്ട് ഇഫ് യു ആർ നോട്ട് കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് ഹാബിറ്റ്, then if anywhere anybody asks, any problem comes, then that will be triggered. That's what he said. No. Triggering No, what you said was, what you said was, if you are going for a walk in a ഒരു നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെയിൻ പറയും വേറെ ഈ വഴി പോകണ്ട, വേറെ വഴി തിരഞ്ഞെടുക്കാൻ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട്, യു ആർ നോട്ട് പ്രാക്ടീസിങ് ഇറ്റ്. അതുകൊണ്ടാണ്. അങ്ങനെയല്ല സാറേ, പറഞ്ഞത്. ഇതേക്കുറിച്ച് നമ്മള് യെസ്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഇല്ല, ഞാൻ അത് പറഞ്ഞ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഒരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക്, നമ്മൾ എന്നും കുട്ടികളാണ്, നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു പാത്വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, നമുക്കൊരു ഷോർട്ട് കട്ട് അസംബ്ലിക്ക് മുമ്പ് ക്ലാസ്സിലെത്താൻ. പക്ഷെങ്കില് അതല്ല, ഇതിലേ പോകണമെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞാൽ നമ്മൾ ആ റൂട്ട് പിടിച്ച് പോകണമെങ്കിൽ 5 മിനിറ്റ് കൂടെ എടുത്ത് ഡിസിപ്ലിൻ ആയിട്ട് 21 days പോയി കഴിയുമ്പോൾ നമ്മൾ എത്താം എന്നുള്ളത് നമ്മളുടെ ഒരു ഹാബിറ്റ് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മളുടെ നോർമൽ വേയിൽ നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ അതിനെ നമ്മൾ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് സെല്ലുലാർ എന്ന് പറഞ്ഞിട്ട് സാറ് സബ് കോൺഷ്യസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്, അല്ലേ സാർ? ഓക്കെ. അല്ല, ഞാൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അൺകോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ അത് വാക്ക് മാറ്റി പറയുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരുവിധ പരിഭവവും ഇല്ല. ഞാൻ അൺകോൺഷ്യസിനെ കുറിച്ചാണ്, ഞാൻ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് ഇന്ന് ഫോക്കസ് ചെയ്തതും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതും. ഒന്ന്. രണ്ടാമത്, ഈ സെല്ലുലാർ മെമ്മറി അൺകോൺഷ്യസിൽ വളരെ കാര്യമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. അതേക്കുറിച്ചും നമ്മളുടെ മൈൻഡ്ഫുൾനെസ് വഴി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതും നമുക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ 3 വാക്കുകളിൽ പറയുന്നത്. അതായത് നമ്മുടെ പഴയകാല മെമ്മറികൾ നമ്മൾ എടുത്ത് കൂട്ടി എവിടെയോ വെച്ചിരിക്കുന്നു, നമ്മൾ അത് അങ്ങനെ അതല്ല. ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് അതൊരു പഴയകാല മെമ്മറി തന്നെയാണ്, അല്ലെങ്കിൽ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിന് എപ്പോഴും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്കുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളുടെ ഈ സെല്ലുലാർ മെമ്മറിയെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ട്രിഗറുകളോ വരുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ളതേ എടുക്കുള്ളൂ. ബ്രെയിൻ ഒരിക്കലും നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ബ്രെയിൻ ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡാണ് ബ്രെയിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ അൺകോൺഷ്യസിലേക്കും സബ് കോൺഷ്യസിലേക്കും ഈ ബ്രെയിൻ ഒരു ട്രിഗർ കിട്ടുമ്പോഴേക്കും പെട്ടെന്ന് പോകുന്നത്. അതേസമയം ആ സമയത്ത് നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആയിരിക്കുകയല്ല പ്രവർത്തിക്കുന്നത്. കാര്യം നമ്മൾ അത് വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പൊ നമ്മളുടെ ഈ സെല്ലുലാർ മെമ്മറിയും ഇതിന്റെ ഒരു ഭാഗമാണ്, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണെന്നുള്ള ആ ഒരു ആശയത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ട്രോമാകൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നതിനും അതിന്റെ പിന്നിലുള്ള ആ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ആ ട്രിഗേഴ്സ് എല്ലാം പെട്ടെന്ന് വരുന്നതും ഇതെടുക്കുന്നതെല്ലാം, ഈ റെഫറൻസ് എല്ലാം എടുക്കുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേക്കുറിച്ച് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മനോജ് സാറിന്റെ നമ്പർ എനിക്കുണ്ട്. ഞാൻ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പറ്റി വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഒരു 2-3 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നവർ പറയുകയാണെങ്കിൽ ഞാൻ അത് അയച്ചു തരാം. ഞാനത് അതേക്കുറിച്ച് സ്റ്റഡീഡ് ആയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. എനിവേ, തീർച്ചയായിട്ടും സാറേ ഷെയർ ചെയ്യും. കാര്യം പുതിയ കാര്യങ്ങൾ അറിയാന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ആർട്ടിക്കിളാണ്. ഞാൻ അയച്ചു തരാം സാറിന്, ഞാൻ അയച്ചു തരാം സാറിന്റെ നമ്പർ. താങ്ക് യു. ജസ്റ്റ് ഇവിടെ നമ്മളൊരു ബ്രോഡ് സ്ട്രീമിംഗ് സെഷൻ മാതിരിയൊക്കെ നമ്മൾ ആരോടും കോൺട്രഡിക്ട് ചെയ്തോ ഒരാൾ പറഞ്ഞ കാര്യം ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ സാറിനെ പോലുള്ളവരൊക്കെ കൂടുതൽ നമ്മൾ കേൾക്കുമ്പോൾ പുതിയ അറിവുകളും അറിവുകളുടെ ഒരു ലോകത്തേക്കൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സാറ് നമ്മളെയൊക്കെ കൈപിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കറിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ സാർ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ രാധാമണിമാൻ പറയുന്നത് ഒന്നിനോട് ഒപ്പസ് ചെയ്തല്ല പറഞ്ഞത്, 2 പെർസെപ്ഷനിൽ പറഞ്ഞു. ഞാൻ കേട്ട കാര്യം എനിക്കിഷ്ടമുള്ള കാര്യമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ന്യൂറോ പാത്വേസും
പുതിയ ന്യൂറോൺ ഫോം ആയിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you. Yeah. Okay. സാറ് മ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യണം. സോറി. ഓക്കെ സർ, ഓക്കെ സർ, ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ നമുക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ സർ, താങ്ക് യു ആന്റണി സർ. Okay. Bye, Thank you. sir. Thank you. Yes, Bye sir. bye. Thank Have a you. nice evening. Good night to all. I mean. Good night, you all. Okay. Bye.